കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ മുറ്റത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് താഴ്ന്നു കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റത്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തി. രാവിലെ 9:15 അപകടം. സ്കൂൾ ബസ്സിൽ ആദ്യ ട്രിപ്പിലെത്തിയ വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ മിഥുന്റെ ചെരുപ്പ് ഷീറ്റിലേക്ക് വീണു. അതെടുക്കാൻ കയറവെയാണ് ഷീറ്റിലേക്ക് താഴ്ന്നു കിടന്ന വൈദ്യുതി കമ്പിയിൽ തട്ടിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുഞ്ഞ് കമന്ന് ലൈൻ കമ്പി ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചാടി ഞാനവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള പരിപാടി ഞാൻ ഇവിടെ ചാടി ഇറങ്ങി. എന്നിട്ട് നമ്മൾ വല്ല മുളങ്കമ്പോ വല്ലതും കിട്ടുവാണെങ്കിൽ രക്ഷപ്പെടുത്താമെന്നുള്ള രീതിയിൽ ചാടി ഇതിനകത്ത് ഇറങ്ങി. അപ്പോഴത്തേക്ക് അവരധികൃതരെല്ലാം കൂടെ അതിനകത്തൂടെ ചാടി ഇറങ്ങി അതെല്ലാം കൂടെ വലിച്ചു പറിച്ച് ആ കമ്പ് കൊണ്ട് കുത്തി കുഞ്ഞിനെ എടുത്ത് ഇപ്പുറത്തിട്ട്. അപ്പോഴും ആ കുഞ്ഞ് കൈ ഇത് അനക്കം ഉണ്ടായിരുന്നു. പഴയ സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലായിരുന്നു അപകടമുണ്ടായത്. വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുന്ന വിവരം KCB അറിയിച്ചിരുന്നതായി PTA പ്രസിഡന്റ് പറഞ്ഞു. KCB വാക്കാൽ ഇത് ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അടുത്ത സമയങ്ങളിലായിട്ട് അതിനൊരു മാറ്റം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത സ്കൂൾ ഗേൾസിൽ ഇത് രേഖാമൂലം കൊടുക്കുകയും ഇവിടെ വാക്കാൽ പറയുകയുമാണ് ചെയ്തത്. ശാസ്താംകോട്ട വലിയ പാടം മിഥുൻ ഭവനിൽ മനുവിന്റെ മകനാണ് 13-കാരനായ മിഥുൻ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. വിദേശത്ത് ജോലി ചെയ്യുന്ന അമ്മ നാട്ടിലെത്തിയ ശേഷമാകും സംസ്കാരം. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. സുരക്ഷാ കാര്യങ്ങളിൽ വരുത്തിയ വീഴ്ച മിഥുന്റെ ജീവൻ അപഹരിച്ചു. ഇനി ഇത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കാൻ അടിയന്തര നടപടിയാണ് സ്വീകരിക്കേണ്ടത്. കൊല്ലത്തുനിന്ന് രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.